ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ തിരുമുഖം തുടച്ച വെറോനിക്ക എന്ന ഭക്ത സ്ത്രീയുടെ ജീവചരിത്രമാണ്. അവർക്ക് എങ്ങനെയാണ് ഈ വരം ലഭിച്ചതെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ഇൽ പോയമ ഡെൽ ഉമോഡിയോ, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പുസ്തകങ്ങളുടെ യോഹന്നാൻ 21-25 വചനപ്രകാരം ഈശോയുടെ 3-ാമത്തെ വർഷത്തെ ആദ്യത്തെ സമയത്തുള്ള പെസഹയുടെ സമയത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് വെറോനിക്ക വരികയാണ് ഈശോയുടെ ശിഷ്യയാകാനായിട്ട്. ഈശോ അവളോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ എൻ്റെ ശിഷ്യയാകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അവൾ അവളുടെ ജീവിതചരിത്രം ഇങ്ങനെ പറയുന്നു. ചിതറിപ്പാർത്ത യഹൂദ കോളനിയിൽ നിന്ന് ഞാൻ വരികയാണ്. 20 വർഷം മുമ്പേ എന്നെ വിവാഹം ചെയ്ത എൻ്റെ ഭർത്താവ് ഈയിടെ മരിച്ചു. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു പ്രവചനം പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ എന്നെ അടക്കിയതിന് ശേഷം നമ്മുടെ ജന്മനാടായ ജെറുസലേമിലേക്ക് നീ പോകണം. അവിടെ നീ മിശിഹായെ കണ്ടെത്തും. അവനാണ് ഉത്ഥാനം ചെയ്യുന്നവനും രക്ഷകനും. അവനെ നീ സേവിക്കണം. അങ്ങനെ അവൻ സ്വർഗം തുറന്നു തരുമ്പോൾ എൻ്റെ പാപങ്ങളും കടങ്ങളും പുറത്ത് എനിക്ക് സ്വർഗ്ഗഭാഗ്യം ലഭിക്കാൻ വേണ്ടി നീ അവനെ സേവിക്കണം. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വിധവയാണ്, എനിക്ക് ധാരാളം സ്വത്തുണ്ട്, മക്കളില്ല. എനിക്ക് നിൻ്റെ പാപങ്ങളെ സേവിക്കാൻ പറ്റും, നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും സാധിക്കും. അങ്ങനെ ഈശോ അവളെ ശിഷ്യയാക്കുന്നു. പിന്നെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് ജെറിക്കോയിൽ വസിക്കുന്ന വെറോനിക്കയുടെ അടുത്തേക്ക് ഈശോയും ശിഷ്യന്മാരും ചെല്ലുകയാണ്. വെറോനിക്ക അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈശോ അവളോടൊരു ദൗത്യം ചോദിക്കുന്നു. ഈശോ ഒരു സദുക്കായൻ മാനസാന്തരപ്പെട്ട് അവനെ പശ്ചാത്തപിച്ച സദുക്കായനെ പാപപരിഹാരം ചെയ്യാനായിട്ട് കെറീത്ത് അരുവിയുടെ അടുത്തുള്ള ഗുഹയിലേക്ക് ഈശോ വിടുന്നു. അത് നാം കാണുന്നത് 1 രാജാക്കന്മാർ 17:4 ആഹാബ് രാജാവിൽ നിന്ന് ഏലിയ പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടി യഹോവ അവിടേക്ക് അയക്കുന്നതായി നാം കാണുന്നു. അതിൻ്റെ മാതൃകയിലാണ് ഈശോ സദുക്കായനെ അങ്ങോട്ട് അയക്കുന്നത്. ആ സഹോദരനെ സഹായിക്കാനായിട്ട് വെറോനിക്കയോട് പറയുന്നുണ്ട്. വെറോനിക്ക ആ ദൗത്യം ഏറ്റെടുക്കും. ഈശോയുടെ ദുഃഖം കണ്ട് അവൾ ഈശോയോട് ചോദിക്കും. ഈശോ രക്ഷകനാണെന്ന് നമുക്കറിയാം. ഈശോ ചോദിക്കുന്നു, എന്ത് രക്ഷക, എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ ഇത്ര ദുഃഖം? നീ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ? ഞാനും ഭർത്താവും കൂടെ എൻ്റെ പ്രവചന ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ടുണ്ട്. ആ രക്ഷകൻ്റെ പീഡനങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾ വായിച്ച് ഞെട്ടിയിട്ടുണ്ട്. നിനക്കിതിലെല്ലാം ഈ പീഡനങ്ങളൊക്കെ യേശയ്യ 53 ദാവീദിൻ്റെ 22-ാം സങ്കീർത്തനത്തിലെ കാര്യങ്ങളൊക്കെ നിനക്ക് സംഭവിക്കുമോ? ഈശോ പറയും, അതിൽ കൂടുതലും സംഭവിക്കും. അവൾ കരയുകയാണ്. പിന്നെ ഈശോ അവളെ ആശ്വസിപ്പിക്കുവാണ്. അതെല്ലാം കഴിയുമ്പോൾ ഞാൻ ഉത്ഥാനം ചെയ്യുമ്പോൾ എല്ലാം സമാധാനമാകും, നിനക്ക് സന്തോഷിക്കാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ ഈശോയോട് ഈ വരം ചോദിക്കുകയാണ്. ആ സമയത്ത് നിൻ്റെ ദാസിയായ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ വരം തരണമേ, അങ്ങനെ ഈശോയിൽ നിന്ന് അവൾ ആ വരം മേടിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഈശോയുടെ തിരുമുഖം തുടച്ചതെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അവേ മരിയ. താങ്ക് യു.